ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേഷ്യലാണ് കാണിക്കുന്നത്. അത് 4 സ്റ്റെപ്പ് ഉള്ളത്. ഫസ്റ്റ് ക്ലെൻസിങ്, രണ്ടാമത് സ്ക്രബ്, മൂന്നാമത് മസാജിങ് ക്രീം, നാലാമത് ഫേസ് പാക്ക്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. നിങ്ങളിത് മാസത്തിൽ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും, പിന്നെ ഗ്ലോ ആയിട്ടുണ്ടാവും, പിന്നെ നല്ല ഷൈനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസൊക്കെ നോക്ക്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഷൈൻ ആയിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് ഫേസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഫേസിൽ മാത്രമല്ല കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്, പിന്നെ നല്ല ക്ലിയർ ഒക്കെ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഒരു സ്ക്രബിങ്. 1 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതും ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മസാജ് ചെയ്യാം. മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. കാരണം ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലിയർ ആകാനും ഗ്ലോ ആകാനും നല്ല സ്മൂത്തൊക്കെ ആകാനായിട്ടുള്ളൊരു മസാജിങ് ആണിത്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. 2 സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഒരു മസാജിങ്. 1 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ്സ് മസാജ് ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മസാജ് ചെയ്യാം. ഒന്ന് നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും, പിന്നെ ഫേസ് നല്ല ഏജായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനും, നമ്മുടെ ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അതുതന്നെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ് നമ്മളിങ്ങനെ ഒരു 15 ഡേയ്സിൽ വൺസ് ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 5 മിനിറ്റ്സ് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസൊക്കെ നമുക്ക് നല്ല ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ റോസ് പെറ്റൽ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നോക്ക്, നല്ല ഡിഫറൻസ് ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പിന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, പിന്നെ നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.